ഇനിയൊരു ലഹരി നമുക്ക് വേണ്ട എന്ന ഒരു ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് CCI ദേവാലയത്തിൻ്റെ വികാരിച്ചനായ ബഹുമാനപ്പെട്ട രൂപനച്ചൻ, അതുപോലെ നമ്മുടെ മെമ്പർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്തിയിരിക്കുന്ന മായ മാഡം, അതുപോലെ മറ്റൊരു ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു അവസരം ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഈ ഒരു ചിന്ത നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ ലഹരി വിമുക്ത നിങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നിങ്ങളല്ല കാണേണ്ടത്, പുറകിലേക്കൊന്ന് തിരിച്ചു പിടിക്കുക. നോ ഡ്രഗ്സ്, ലഹരി നമുക്ക് വേണ്ട. ഇവരെ ഈ കൈകളിൽ ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്, നമുക്കെല്ലാവർക്കും ഒരു ചിന്ത നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ലഹരി ഉപയോഗിക്കുന്നവരല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തയുള്ളപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും കൂടുതലും ഇപ്പോൾ സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ വഴിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് കൂടുതൽ ചിന്തയുണ്ടാകും. മക്കൾ മറ്റൊരു വഴിയിലേക്കൊന്ന് ചെറുതായിട്ട് മാറി നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കുന്നത് അവർ നടക്കുന്ന വഴി ശരിയെന്നാണ്. കാര്യം പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു ചിന്തയുണ്ടാകുന്നത്. പല മാതാപിതാക്കളും വലിയ വിഷമത്തോടെ പറയുന്നത്, അവർ മക്കളൊക്കെ ഇതിന് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല അവരുപയോഗിച്ചിരുന്ന കാര്യം എന്താണ് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞായിരിക്കും മാതാപിതാക്കളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമൊക്കെ ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ച് മാതാപിതാക്കൾക്ക് പലരെയും സമീപിക്കുവാനായിട്ട് സാധിക്കും. നമുക്കിന്നിപ്പോൾ വേദിയിലായിരിക്കുമ്പോൾ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോഴേക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പഞ്ചായത്തിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ സഹായിക്കുന്നവരുടെ സാന്നിധ്യമുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴേക്കും നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷണത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും സമീപിക്കാവുന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടെന്നാണ്. ആത്മീയമായിട്ട് സഹായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നിയമപരമായി സഹായിക്കുന്നവരുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവരുമായി സംസാരിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു ഭാവി നമ്മുടെ മക്കൾക്കുണ്ടാകുവാൻ, ഈ സമൂഹം നശിപ്പിക്കപ്പെടാതിരിക്കുവാനായിട്ട് കൃത്യമായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കൃത്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.